പരിപാടിയുടെ ഉദ്ഘാടകൻ ഷംസീർ ഇബ്രാഹിം സാബ്, ഇവിടെ സ്വാഗതം ആശംസിച്ച ബാസിത്ത് താനൂർ, നമ്മുടെ എല്ലാം കേരളത്തിൻ്റെ തന്നെ അഭിമാനമായ എൻ്റെ ജയിൽ മോചനത്തിൻ്റെ നിയമ പോരാട്ട ഐക്യദാർഢ്യ സമിതിയുടെ പ്രധാന പോരാളിയായിരുന്ന നമ്മുടെ വാസുവേട്ടൻ, പരിപാടിയുടെ മുഖ്യാതിഥി ആദിവാസി ദലിത് പോരാളി ചിത്ര നിലമ്പൂർ, ഫ്രറ്റേണിറ്റിയുടെ കർമ്മധീരരായ വിദ്യാർത്ഥി സമൂഹമേ, ശരിക്കും ഞാൻ പ്രസംഗിക്കാൻ കരുതി വച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സ്വാഗത പ്രാസംഗികൻ ബാസിത്ത് വളരെ കുറഞ്ഞ വരികളിൽ വളരെ നന്നായ രീതിയിൽ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആ ക്ഷണം സ്വീകരിച്ചത് ഒരുപക്ഷെ ബാസിത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ മൂപ്പര് പറഞ്ഞ ഒരു കാര്യം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഒരു തവണ ജയിലിലടക്കപ്പെട്ടവർ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കേസ് FIR ഒക്കെ നേരിടേണ്ടി വന്നവർ പൊതുവെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഊർജവും തകർന്ന് തരിപ്പണമായി ഒന്നൊരു ഉൾവലിയുന്ന ഒരു രീതി നാം പലപ്പോഴും കണ്ടുവരാറുണ്ട്. ഇപ്പോഴും നമ്മളൊക്കെ വലിയ ആവേശമായി ഒക്കെ കണ്ടിരുന്ന പല ആളുകളും ഒന്നോ രണ്ടോ കേസ് വരിക അല്ലെങ്കിൽ 2 മാസം ജയിലിൽ കിടന്നാൽ പിന്നെ പൊതുസമൂഹത്തിൻ്റെ വിഷയങ്ങളിൽ ഇടപെടാനോ പൊതുവേദികളിൽ വന്ന് 2 വാക്ക് പറയാനോ മടിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഈ കണ്ടംപററി സമകാലിക ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു വ്യത്യസ്തനാവണം എന്ന് 2023 ഫെബ്രുവരി 2 ജയിലിൻ്റെ പുറത്തിറങ്ങിയ സമയത്ത് തന്നെ ഞാൻ തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ ഭാഗം ആയതുകൊണ്ട് തന്നെയാണ് ഫ്രറ്റേണിറ്റിയുടെ ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മുദ്രാവാക്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രീ ജയിൽ കാലഘട്ടത്തിലാണെങ്കിലും ജയിലിന് ശേഷമാണെങ്കിലും ഞാൻ നിരന്തരം എഴുതുകയോ പറയുകയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു മുദ്രാവാക്യമാണ് നിങ്ങൾ ഉയർത്തിയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് വളരെ ഒരു സന്തോഷകരമായി തോന്നി എന്നുള്ളതാണ്. അവിടെയും ബാസിത്തിനെ തന്നെ വീണ്ടും ഉദ്ധരിക്കാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ അഫ്രീന ഫാത്തിമ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ ഇവിടെ, നമ്മുടെ കണ്ണുനീര്, നമ്മുടെ ദുഃഖം, നമ്മുടെ സങ്കടം ആണ് എല്ലാ കാലഘട്ടത്തിലും ഫാസിസം ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഭയപ്പെടുത്തി നിർത്തുക എന്നുള്ളതാണ് ഫാസിസത്തിൻ്റെ എക്കാലത്തും എല്ലായിടത്തും. ഇറ്റലിയിലായാലും ജർമ്മനിയിലായിരുന്നാലും അത് ഇന്ത്യയിലായിരുന്നാലും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന ഒരു രീതി ഉണ്ട്. അതിൽ നിന്ന് ഒരിക്കൽ പോലും നമ്മൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കൊണ്ട് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന മുഖവുമായി നമ്മളിങ്ങനെ ജീവച്ഛവമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഫാസിസത്തിന് മുന്നിൽ
പുഞ്ചിരിച്ചുകൊണ്ട് ദുഃഖമുണ്ടാവും. ദുഃഖവും കരച്ചിലും അതൊന്നും അത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പുരുഷന്മാർക്ക് അറിയാറില്ല എന്നൊക്കെ പറയാറുണ്ട്. പുരുഷനായാലും സ്ത്രീ ആയാലും കരയണം, ദുഃഖിക്കേണ്ടതുണ്ട്. അതൊക്കെ ദുഃഖിക്കേണ്ട അല്ലെങ്കിൽ കരയേണ്ടവന്റെ മുന്നിൽ മാത്രം കരയുകയും പറയുകയും ചെയ്യേണ്ടതാണ്. ഫാസിസത്തിന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന പ്രത്യേക സാഹചര്യം നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ ഫാസിസത്തെ നേരിടണമെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകളങ്ങിയ കണ്ണുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഭയത്തിന്റെ മൂടുപടത്തിൽ ഒളിച്ചിരുന്നു കൊണ്ടോ അല്ല ഫാസിസത്തെ നേരിടേണ്ടത്. ധീരമായി അവരുടെ നുണകളെ, കള്ളങ്ങളെ, ഗീബൽസിയൻ തന്ത്രങ്ങളെ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ട് കലകളിലൂടെയും എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും നമ്മുടെ സാന്നിധ്യങ്ങളിലൂടെയും, ചില സ്ഥലങ്ങളിൽ നമ്മുടെ സാന്നിധ്യം അത് ഫാസിസത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി അധ്യക്ഷ പ്രാസംഗികൻ, നിങ്ങളുടെ ഈ വേദിയിൽ 4 or 5 സ്പെഷ്യൽ ബ്രാഞ്ച് IB ഉദ്യോഗസ്ഥർ ഉണ്ട് എന്ന്. ആ ഒരു സർവൈലൻസ്, നഗരാനി എന്ന് പറയും ഇന്ത്യയിൽ, ആ ഒരു സർവൈലൻസ് ഉണ്ടല്ലോ, അത് തന്നെ ഫാസിസം അല്ലെങ്കിൽ ഭീകര ഭരണകൂടങ്ങൾ നമ്മുടെ സാന്നിധ്യം ഭയപ്പെടുന്നു എന്നതിനുള്ള ശക്തമായ തെളിവാണ്. വാസുവേട്ടനെ പോലുള്ള ഒരാൾ അല്ലെങ്കിൽ 2.5 കൊല്ലം ജയിലിൽ കിടന്ന് UAPA പോലുള്ള ഒരു ഭീകര നിയമത്തിന്റെ നിയമത്തിന് കീഴിൽ ജയിലിൽ കിടന്ന ഒരാൾ ഇവിടെ വന്നിട്ട് ഇപ്പോഴും ഗഡ്സോട് കൂടി എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ എന്ന് കേൾക്കാനും അത് തങ്ങളുടെ മാസ്റ്റേഴ്സിന്, തങ്ങളുടെ യജമാനന്മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മുടെ പ്രസൻസ് പോലും, നമ്മുടെ സാന്നിധ്യം പോലും ഭരണകൂടം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം ഒരു വേദിയിൽ വന്നു നിൽക്കുക എന്നുള്ളത്, ഇവിടെ വന്ന് വലിയ പ്രാസമൊപ്പിച്ച് പ്രസംഗിക്കുക എന്നതിനപ്പുറം ഇവിടെ നമ്മുടെ സാന്നിധ്യം കൊണ്ട് ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഫാസിസവും ഭീരുക്കളായ ഭരണകൂടവും ഒരു പൗരന്റെ സാന്നിധ്യം ഭയപ്പെടുന്നുണ്ട് എങ്കിൽ അതൊരു ഇക്കാലഘട്ടത്തിലെ മഹത്തായ വിപ്ലവ പ്രവർത്തനമാണ്. എത്ര കാലം ജയിലിലിട്ടാലും അദ്ദേഹം സംസാരിച്ചു കൊണ്ടേയിരിക്കും എന്ന് പറയുമ്പോൾ അത് ഭീകര ഭരണകൂടങ്ങളെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ അതാണ് നമുക്ക് ഈ കെട്ട കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാസുവേട്ടൻ ജയിലിൽ കിടന്നു 2 മാസത്തോടാണ്. വാസുവേട്ടൻ 1000 രൂപ പെനാൽറ്റി അടച്ച് ജയിലിൽ നിന്ന് മോചിതനാവാമായിരുന്നു. വാസുവേട്ടൻ ജയിൽ സ്വയം തിരഞ്ഞെടുക്കുകയായിരുന്നു. വാസുവേട്ടൻ അറിയുമോ എന്നറിയില്ല, വാസുവേട്ടൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് വാസുവേട്ടൻ ജാമ്യമെടുക്കാത്തതിൽ ഭയപ്പെട്ട കുറെ ആളുകളുണ്ടായിരുന്നു. വാസുവേട്ടനെ വാശിയേട്ടൻ എന്ന് വിളിച്ചവർ കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. ഇവിടുത്തെ വാസുവേട്ടന്റെ ആ വാശി അതാണ് വിജയിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നലത്തെ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നർഗേസ് മുഹമ്മദി
നർഗീസ് മുഹമ്മദിക്ക് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടി. ആരാണ് നർഗീസ് മുഹമ്മദി? നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ വൈസ് പ്രസിഡന്റ്. നമ്മെ തീവ്രവാദികളെന്ന്, ഭീകരവാദികളെന്ന്, തട്ടത്തിൻ മറയത്ത് തലച്ചോറിനെ പണയം വെച്ചവരെന്ന് ഒക്കെ പറഞ്ഞ് വിമർശിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇറാനിലെ നർഗീസ് മുഹമ്മദിക്ക് നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും അവരെ, ഇന്നത്തെയും ഇന്നലത്തെയും എല്ലാം മാധ്യമങ്ങൾ, പത്രങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അവരെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഒരു നിരോധിക്കപ്പെട്ട സംഘടനയുടെ ഏതെങ്കിലും ഒരു വൈസ് പ്രസിഡന്റിനോ നോബൽ സമ്മാനം കിട്ടിയാൽ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ എത്രത്തോളം അതിനെ കൊട്ടിഘോഷിക്കും? ഓരോ ഭരണകൂടത്തിനും, ഓരോ ഭരണാധികാരിക്കും ഇഷ്ടമില്ലാത്തവർ അതാത് കാലഘട്ടത്തിലെ ഭരണകൂടം അവരെ തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെയാക്കി മാറ്റിക്കൊണ്ടിരിക്കും. ഇറാനിലെ തീവ്രവാദിയാണ് നർഗീസ് മുഹമ്മദി. അമേരിക്കക്ക് അവർ സമാധാനത്തിന്റെ നോബൽ പ്രൈസ് കിട്ടാൻ അർഹയായ ഒരു മനുഷ്യാവകാശ പ്രവർത്തകയാണ്. ബ്രിട്ടീഷുകാർക്ക് ഭഗത് സിംഗും മഹാത്മജിയും തീവ്രവാദികളായിരുന്നു. മഹാത്മജി നമുക്ക് രാഷ്ട്രപിതാവാണ്. അതേ രാഷ്ട്രപിതാവിന്റെ ഇടനെഞ്ചിലേക്ക് വെടിയുതിർത്ത പ്രത്യയശാസ്ത്രം ഇന്ന് രാജ്യം ഭരിക്കുമ്പോൾ നമ്മിൽ പലരും തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്. നമ്മെ നിരന്തരം, ഞാൻ നേരത്തെ പറഞ്ഞ പേടിപ്പെടുത്തുന്നതിന്റെ, നമ്മെ ഒതുക്കി നിർത്തുന്നതിന്റെ മറ്റൊരു രീതിയാണത്. തീവ്രവാദി എന്ന് വിളിക്കുക, ഭീകരവാദി എന്ന് വിളിക്കുക. പ്രത്യേകിച്ച് ഫ്രട്ടേണിറ്റിയുടെയൊക്കെ വിദ്യാർത്ഥികളായ നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ ക്യാമ്പസുകളിൽ നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ മതമൗലികവാദികൾ, ഭീകരവാദികൾ, തീവ്രവാദികൾ എന്ന പേരുകളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരിക്കലും അത്തരം തീവ്രവാദ, ഭീകരവാദ പരാമർശങ്ങളിൽ ഒരിക്കലും കുണ്ഠിതപ്പെടേണ്ടതില്ല, ഒരിക്കലും വിഷമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മഹാത്മജിയും ഭഗത് സിംഗും നർഗീസ് മുഹമ്മദിയുമെല്ലാം ഒരു കൂട്ടർക്ക് തീവ്രവാദിയും ഭീകരവാദിയുമായിരുന്നെങ്കിൽ അതേ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു വിഭാഗത്തിന് അവർ സമാധാന പുരസ്കാരം ലഭിക്കാൻ അർഹരായവരാണ്. നമ്മെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഫാസിസമാണെങ്കിലും നാസിസമാണെങ്കിലും മുതലാളിത്തമാണെങ്കിലും തീവ്രവാദം, ഭീകരവാദം എന്ന രീതിയിലുള്ള ഇത്തരം പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹാത്രസ് സംഭവത്തിൽ ആദ്യമായിട്ട് എനിക്കെതിരെ എടുക്കുന്ന കേസ് CRPC, നിയമ വിദ്യാർത്ഥികളായ പലർക്കും അറിയാമായിരിക്കും, CRPC 151, സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചു എന്ന പേരിലുള്ള കേസായിരുന്നു. അതിനുകൂടെ 107, 166 CRPC എല്ലാം സ്വന്തം ആൾജാമ്യത്തിൽ ജാമ്യം കിട്ടാവുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഏറ്റവും കീഴ്ക്കോടതിയായിട്ടുള്ള SDM, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടാവുന്ന കേസായിരുന്നു. ആ കേസിലാണ് 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുന്നത്. ആ കേസിൽ ഞങ്ങളോട് ജാമ്യം എടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം SDM വിളിക്കുമായിരുന്നു ജയിലിലേക്ക്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം
CRPC 151, 107, 166 സെക്ഷൻ പ്രകാരമുള്ള കേസിൽ ഞങ്ങൾ ജാമ്യം എടുക്കുന്നില്ല. 6 മാസങ്ങൾക്ക് ശേഷം ആ കേസിൽ ഞങ്ങളെ കുറ്റവിമുക്തരാക്കി SDM. നിരന്തരം SDM പ്രഷർ ചെയ്യായിരുന്നു ഞങ്ങൾക്ക്, ജാമ്യമെടുത്ത് പുറത്തു പോകും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കെതിരെ, നിങ്ങൾ കാരണം ഞങ്ങൾക്കെതിരെ UAPA 17, 18 സെക്ഷൻ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഈ കേസിൽ ഞങ്ങൾ ജാമ്യമെടുത്താലും ഞങ്ങൾ ജയിൽ മോചിതരാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ കേസിൽ ഞങ്ങൾക്ക് പരമാവധി ശിക്ഷ എത്രയാണോ ആ ശിക്ഷ തന്നുകൊള്ളൂ എന്നാണ് ഞങ്ങളെന്ന് പറഞ്ഞത്. അവസാനം ആ CRPC നിയമപ്രകാരമുള്ള 3 സെക്ഷനിലും ഞങ്ങളെ അക്വിറ്റ് ചെയ്യുകയാണ്, കുറ്റവിമുക്തരാക്കുകയാണ് ചെയ്തത്. ആ കേസിൽ ഞങ്ങൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലും UP പോലീസ് തയ്യാറായില്ല. ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് എയ്ഡ് പോസ്റ്റിലേക്ക് വിളിച്ചു കൊണ്ടുപോയ ഞങ്ങളെ CRPCയിലെ 3 സെക്ഷൻ പ്രകാരം 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയാണ്. അപ്പോൾ ജുഡീഷ്യറിയും ഒരു പരിധിവരെ കീഴ്ക്കോടതികൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന ഇക്കാലത്ത് നാം നിർഭയത്വത്തോടുകൂടി കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാനുള്ള അർഹത നഷ്ടപ്പെടും. ഞാൻ പലപ്പോഴും പറയുന്നൊരു സംഭവമുണ്ട്. ജർമ്മനിയിലെ സ്വച്ഛാധിപതി, ഏകാധിപതി ഹിറ്റ്ലറേക്കാൾ കൂടുതൽ ഇന്ന് ലോകം ചർച്ച ചെയ്യപ്പെടുന്നത് അന്ന് 11 വയസ്സുകാരിയായിരുന്ന ആൻ ഫ്രാങ്കിനെയാണ്. എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെല്ലാവരും വിദ്യാർത്ഥികളാണ്. ഹിറ്റ്ലറുടെ ആത്മകഥയായ മെയിൻകാഫ് വായിച്ചതിനേക്കാൾ കൂടുതൽ പേർ, എനിക്ക് തോന്നുന്നു ഇവിടെ മെയിൻകാഫ് വായിച്ച് പൂർത്തിയാക്കിയ വളരെ കുറഞ്ഞ പേരെ ഉണ്ടാവുള്ളൂ. ആരെങ്കിലും ഉണ്ടോ? മെയിൻകാഫ് വായിച്ചവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാൽ ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പ് വായിച്ചവർ ഉണ്ടാവൂലേ? ചരിത്രം ഹിറ്റ്ലറേക്കാൾ കൂടുതൽ ആൻ ഫ്രാങ്ക് എന്ന 11കാരിയായ ജൂത പെൺകുട്ടിയെയാണ് തെര്യപ്പെടുത്തുന്നത്, ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ പോലും ആൻ ഫ്രാങ്ക് തന്റെ കിറ്റി എന്ന ഡയറിയിൽ എഴുതിയ ഡയറി കുറിപ്പുകൾ വായിച്ച് ആവേശം കൊള്ളുന്നവരാണ്. എന്നാൽ മെയിൻകാഫ് വായിച്ചവർ, ഹിറ്റ്ലറുടെ ആത്മകഥയായ മെയിൻകാഫ് വായിച്ചവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ചരിത്രം എപ്പോഴും ഈ ഏകാധിപതികളെ അതിന്റെ ചവറ്റുകൊട്ടയിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം തീവ്രവാദ, ഭീകരവാദ മുദ്രകൾ ചാർത്തിക്കൊണ്ടിരിക്കുന്നവരുടെ മുഖത്തു നോക്കി സത്യം വിളിച്ചു പറയുന്നവരെ, നിങ്ങളുടെ മുദ്രാവാക്യം പോലെ ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കുന്ന ആളുകളെയാണ് ചരിത്രം സ്മരിക്കുക. ഉമർ ഖാലിദും ഗുൽഷിഫ ഫാത്തിമയുമെല്ലാം അറിയപ്പെടുന്നത് ഭീകരവാദികളായിട്ടായിരിക്കും, ഫാസിസ്റ്റുകൾക്ക്. പക്ഷേ ചരിത്രം അവരെ ഓർക്കുന്നത് ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ കാലത്ത് നട്ടല്ലോടെ നിവർന്നു നിന്ന വിദ്യാർത്ഥികളായിട്ടാണ്. എക്കാലഘട്ടത്തിലും വിദ്യാർത്ഥി സമൂഹങ്ങളാണ്, ക്യാമ്പസുകളിൽ നിന്നാണ് ഇത്തരം ഏകാധിപതികളായ ഭരണാധികാരികൾക്കെതിരെ ശബ്ദങ്ങൾ ഉയർന്നിട്ടുള്ളത്. അടിയന്തരാവസ്ഥ കാലഘട്ടം, പ്രഖ്യാപിത അടിയന്തരാവസ്ഥ 22 മാസങ്ങൾ കൊണ്ട് പിൻവലിക്കപ്പെട്ടു. 2014 മുതൽ ഇന്ന് നാം നിൽക്കുന്ന ഈ ഒക്ടോബർ മാസം വരെ, 2023 ഈ ഒക്ടോബർ വരെ അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥയാണ്.
ഇത് ഞാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് മീഡിയ വൺ ചാനലിനും ഏഷ്യാനെറ്റ് ന്യൂസിനും ഡൽഹി കലാപം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ 48 മണിക്കൂർ നേരത്തേക്ക് നിരോധനം ഏർപ്പെടുത്തി. ആ സമയത്ത് കേരള പത്രപ്രവർത്തക യൂണിയൻ ഡൽഹി ഘടകം സെക്രട്ടറി ആയിരുന്ന ഞങ്ങൾ ഡൽഹി യൂണിറ്റ് ഘടകം അവിടെ ജന്തർ മന്ദറിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു. ആ സമയത്ത് യൂണിയന്റെ സെക്രട്ടറി എന്ന നിലക്ക് അതിൻ്റെ മുൻനിരയിൽ നിൽക്കാൻ വിധിക്കപ്പെട്ടവനായിരുന്നു ഞാൻ. അന്ന് അവിടെ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് കൂച്ചുവിലങ്ങിടുന്നത് ഒരു നിയമത്തിന്റെ പിൻബലത്തിലായിരുന്നു. അടിയന്തരാവസ്ഥ നിയമപരമായിരുന്നു. നിയമത്തിന്റെ പഴുതിലൂടെയാണ് അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. എന്നാൽ 2014 മുതൽ ഇവിടെ അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥയാണ്. അതുകൊണ്ട് മീഡിയ വണ്ണിനും ഏഷ്യാനെറ്റിനുമെതിരെ എടുത്തിട്ടുള്ള ഈ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്തി. ആദ്യമായിട്ട് സിദ്ദീഖാപ്പൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ഡൽഹി പോലീസിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും റഡാറിൽ വരുന്നത് ആ സംഭവത്തോടു കൂടിയാണ്. അവിടെ സ്വാഗത പ്രസംഗം ചെയ്യാനുള്ള അവസരമാണ് എനിക്ക് ലഭിച്ചത്. അവിടെ അടിയന്തരാവസ്ഥയെ വെല്ലുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞ് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡൽഹി പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച്, സ്പെഷ്യൽ സെൽ എൻ്റെ മൊബൈൽ നമ്പറും അഡ്രസ്സും പേരും വിലാസവും എല്ലാം എഴുതി കൊണ്ടുപോവുകയായിരുന്നു. അവസരം പാർത്തു കിടന്നിരുന്ന ഡൽഹി പോലീസും കേന്ദ്ര ഏജൻസികളും ഹാത്രസിലേക്ക് പോകുന്ന ഞാൻ കലാപം സൃഷ്ടിക്കാനാണ് അങ്ങോട്ട് പോകുന്നത്, മുസ്ലിമായ താങ്കൾ എന്തിനാണ് ദലിതുകളുടെ വിഷയത്തിൽ ശബ്ദമുയർത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു എന്നെ ചോദ്യം ചെയ്തിരുന്നത്. വാസുവേട്ടൻ നേരത്തെ പറഞ്ഞു, ജാതീയത ഏറ്റവും കൊടികുത്തി വാഴുന്ന ഏറ്റവും വലിയ ഒരു സംസ്ഥാനമാണ് യു പി. എനിക്ക് കിട്ടിയ ഈ അവസരം നിങ്ങളുടെ മുന്നിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹാത്രസ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. ഇന്ന് ആ പെൺകുട്ടിയുടെ കുടുംബം വീട്ടുതടങ്കലിലാണ്. 135 അംഗമടങ്ങിയ CRPFന്റെ ഒരു ക്യാമ്പ് തന്നെ ഈ പെൺകുട്ടിയുടെ കുടുംബമുറ്റത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആ ഭാഗങ്ങളൊക്കെ സന്ദർശിക്കുവാനും ആ കുട്ടിയുടെ കുടുംബത്തിന്റെ അവസ്ഥ കേരളത്തിലെ ജനങ്ങളെ എങ്കിലും അറിയിക്കുവാനും എനിക്ക് സാധിച്ചു. ആ വീട്ടിൽ നിന്ന് ഒരാൾക്ക് പുറത്തു പോകണമെങ്കിൽ ആധുനിക ആയുധങ്ങളേന്തിയ CRPF ഉദ്യോഗസ്ഥന്റെ കൂടെ വേണം പുറത്തു പോവാൻ. ആ കുടുംബം കോടതിയെ സമീപിച്ചു. ഞങ്ങൾക്ക് ഹാത്രസിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല, ഞങ്ങൾക്ക് ഹാത്രസിന് പുറത്ത് UPക്ക് പുറത്ത് ഏതെങ്കിലും പ്രദേശത്തേക്ക് ഞങ്ങളെ താമസം മാറ്റാൻ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചു. കോടതി ഒരു അർദ്ധസമ്മതം നൽകി. ഇതുവരെ ആ കുടുംബത്തിന് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ആ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് പോലും ജോലി തേടി, അല്ലെങ്കിൽ അവിടുത്തെ 2-3 പെൺകുട്ടികളുണ്ട് അവിടെ, സ്കൂൾ പ്രായമായിട്ടുള്ള പെൺകുട്ടികൾ, അവർക്ക് സ്കൂളിൽ പോവാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഒരു ജയിൽ ജീവിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കുട്ടികൾ. ഇത്തരം ജാതീയമായ വിവേചനങ്ങൾ നേരിടുന്ന ഒരു രാജ്യത്ത് ഇവിടെ നാം ഇത്തരം ഒപ്രസ്ഡ് ആയിട്ടുള്ള, അടിച്ചമർത്തപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുക എന്നത്
ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ എല്ലാം ബാധ്യതയാണ്. വാസുവേട്ടൻ പറഞ്ഞതുപോലെ സ്വാർത്ഥതയിൽ അഭിരമിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ നല്ല സുഖമാണ്. ഭീകര ഭരണകൂടങ്ങൾ, ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ എല്ലാവരെയും സ്വാർത്ഥരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദലിതുകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ മുസ്ലിങ്ങൾ ഉയർന്നു വന്നാൽ അത് വർഗീയതയും തീവ്രവാദവുമായി ചിത്രീകരിക്കുന്നു. അത് സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുകയാണ് എന്ന് പറയും. അതേസമയം ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ, എംപിമാർ ഗോലിമാറോ സാലോങ്കോ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി പൊതുവേദികളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്കെതിരെ കേസെടുക്കാൻ ഒരു വേള ജുഡീഷ്യറി പോലും അറച്ചു നിൽക്കുന്നു. ഒരു രാജ്യം, ഒരു ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു നീതി എല്ലാവർക്കും എന്ന് പറയാൻ ഭരണകൂടങ്ങൾ മടിക്കുന്നു. പോലീസ് എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ഭരണകൂടത്തിന്റെ ഉപകരണങ്ങളാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ജുഡീഷ്യറി ഇതുപോലെ പക്ഷപാതപരമായി ഇരുന്നിട്ടില്ല എന്നുള്ളതാണ്. ജഡ്ജിമാർ ഓട്ടോറിക്ഷ ഇടിച്ചും അറ്റാക്കായും മരിക്കുന്ന കാലഘട്ടം, രാഷ്ട്രീയ നേതാക്കന്മാരെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തുന്ന ജഡ്ജിമാർ പോലും ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെടുന്നു. എന്റെ കേസിലെ ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നിയമവിരുദ്ധമായ തടങ്കലാണ് എന്റേത് എന്ന് മധുര ജയിലിൽ നിന്ന് തന്നെ, സെഷൻസ് കോർട്ടിൽ നിന്ന് തന്നെ റൂളിംഗ് ഉണ്ടാവുന്നു. അവിടുത്തെ ADJ, അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ്, എൻ്റെ അഭിഭാഷകനായിരുന്ന, അവിടുത്തെ ലോക്കൽ അഭിഭാഷകനായിരുന്ന മധുവൻ ദത്ത് ചതുർവേദിയോട് പറഞ്ഞൊരു സംഭവമുണ്ട്. കാപ്പന് ബെയില് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മധുര ജില്ലാ പോലീസ് സൂപ്രണ്ടും DM, നമ്മളെ ജില്ലാ കളക്ടർ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നെ വന്ന് കണ്ടിരുന്നു. ഇതാണ് UP-യിലെ കീഴ്ക്കോടതികളുടെ അവസ്ഥ. അഭിഭാഷകരുമായുള്ള അടുപ്പം കൊണ്ട് ഒരു ADJ പറഞ്ഞതാണ്. ഒരു നിലക്കും ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ബെയില് കൊടുക്കരുത് എന്ന് പറയുന്നു. നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ 45 ദിവസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഒരിക്കൽ കോടതിയിൽ വെച്ച് കുറച്ചു നേരമെങ്കിലും ഒരു മാധ്യമപ്രവർത്തകനോട്, ഇന്ത്യ ടുഡേയുടെ മാധ്യമപ്രവർത്തകനോട് സംസാരിക്കാൻ അവസരം കിട്ടിയത്. അപ്പോൾ ജസ്റ്റിസ്, നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏതാനും ലഭിച്ച 2-3 സെക്കൻഡ് കൊണ്ട് ഞാൻ പറഞ്ഞു തീർത്ത വാക്കുകളിൽ അവിടെ ഉണ്ടായിരുന്നൊരു മാധ്യമപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, ഹിന്ദി മാധ്യമപ്രവർത്തകൻ, ആപ്കോ ക്യാ ജസ്റ്റിസ് ചാഹിയേ? എനിക്ക് നീതി വേണം, ജസ്റ്റിസ് വേണം, ഇൻസാഫ് ചാഹിയേ എന്ന് പറഞ്ഞപ്പോൾ ആപ്കോ ക്യാ ജസ്റ്റിസ് ചാഹിയേ എന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് ചോദിക്കുകയാണ്, ജയിലിൽ കിടക്കുന്ന എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് നീതിയാണ് വേണ്ടത് എന്ന്. ആ ചോദ്യം പ്രസക്തമായിരുന്നു. അദ്ദേഹം ജീവിക്കുന്ന ഉത്തർപ്രദേശിന്റെ ഭൂമികയിൽ നിന്ന് നോക്കുമ്പോൾ പലതരത്തിലുള്ള നീതി ഉത്തർപ്രദേശിലുണ്ട്. ഒരു SP-യും ഒരു മജിസ്ട്രേറ്റും വന്ന് ജഡ്ജിനോട് പറഞ്ഞ് അദ്ദേഹത്തിന് ബെയിൽ കൊടുക്കരുത് എന്ന് പറയുന്നത് ഒരു തരം നീതിയാണ്. പൈസ കൊടുത്ത് നീതി വാങ്ങുന്ന മറ്റൊരു തരം നീതി. അതായിരിക്കാം അദ്ദേഹം ചോദിച്ചത്, ആപ്കോ ക്യാ ജസ്റ്റിസ് ചായി, അല്ലെങ്കിൽ താങ്കൾക്ക് ഏത് തരം നീതിയാണ്, ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്, താങ്കൾക്ക് ഏത് തരം നീതിയാണ് വേണ്ടത് എന്ന്.
ഇത്തരം ഇന്ത്യയുടെ ഒരു സമകാലിക ഇന്ത്യയിൽ ആളുകളുടെ തരവും നിറവും കോലവും നോക്കി നീതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഉത്തരേന്ത്യയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കേരളത്തിലെ ജുഡീഷ്യറി ഏറെ മെച്ചമാണെന്ന് നമുക്ക് തോന്നും. എങ്കിൽ പോലും കേരളത്തിലെ വലിയൊരു കലാപത്തിന് കോപ്പ് കൂട്ടാമായിരുന്ന ഒരു സംഭവത്തിലെ പ്രതികൾക്ക്, നമുക്ക് ആ കേസിനെ ചാപ്പക്കുത്ത് കേസ് എന്ന് പറയാം, ചാപ്പക്കുത്ത് കേസിലെ സൈനികന് ജാമ്യം കൊടുത്തു. അവിടെ നമ്മൾ ചോദിച്ചില്ല. നമ്മൾ പല വിഷയങ്ങളും നമ്മൾ പറയാറുണ്ട് ജാമ്യമാണ് നിയമം. പക്ഷേ പല വിഷയങ്ങളിലും ആളുകളുടെ രൂപവും ഭാവവും നോക്കി നീതി വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് സമകാലിക ഇന്ത്യ മാറിയിട്ടുണ്ടെങ്കിൽ ഇത് അടിയന്തരാവസ്ഥയെപ്പോലും വെല്ലുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് തങ്ങളുടെ രാഷ്ട്രീയം, മർദ്ദിതന്റെ രാഷ്ട്രീയം, അടിച്ചമർത്തപ്പെട്ടവന്റെ രാഷ്ട്രീയം പറയാനുള്ള തന്റെ ഇടമാണ് നാം കാണിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.